everybody. So welcome back to Dentistry with MJ. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ പാത്തോളജിയിലെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കീമോടാക്സിസിനെ കുറിച്ചിട്ടാണ്. സോ കീമോടാക്സിസ് എന്ന പേര് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ടാക്സി വിളിച്ച് പോകുന്നു എന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. അതേ ഒരു ഏകദേശം പരിപാടി തന്നെയാണ് ഈ കീമോടാക്സിസിൽ നമ്മൾ കാണുന്നത്. സോ ഈ കീമോടാക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി, ഒരു ഇൻഫെക്ഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കാം. സോ ഇൻഫെക്ഷൻ സംഭവിച്ച സമയത്ത് അവിടെ മെയിനായിട്ട് നമ്മുടെ വാസോ ഡൈലേഷനും അതുപോലെ വാസ്കുലർ പെർമിബിലിറ്റിയുമാണ് മെയിൻലി സംഭവിക്കുന്നത്. സോ വാസോ ഡൈലേഷനും വാസ്കുലർ പെർമിബിലിറ്റി നടക്കുന്ന സമയത്ത് നമ്മുടെ വാസ്കുലർ പെർമിബിലിറ്റി അത് ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ലൂക്കോസൈറ്റുകൾ ഉണ്ടാവുമല്ലോ. സോ ഈ ലൂക്കോസൈറ്റുകൾ നമ്മുടെ ബോഡിയിൽ നിന്നും നമ്മൾ ഈ ഇഞ്ചുറി നടന്ന ഭാഗത്തോട്ട് പോകും. അവിടെ എത്തിയിട്ട് അവർ എന്താ ചെയ്യുന്നത്, അവർ എൻഗൾഫ് ചെയ്യും. ഇവിടെ ബാക്ടീരിയ ആണോ അത് കോസ് ചെയ്യിപ്പിച്ചത്, ആരാണ് അത് കോസ് ചെയ്യിപ്പിച്ചത്, ആ സംഭവത്തിന് അവർ എൻഗൾഫ് ചെയ്യും. സോ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ മെയിൻലി ഇവിടെ സംഭവിക്കുന്നത്. സോ ഇവിടെ പറയുന്ന കീമോടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൂക്കോസൈറ്റുകൾ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഓഫ് ഇഞ്ചുറിയിലോട്ട് ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. ആ ഒരു പരിപാടി പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് കീമോടാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ സംഭവിക്കുമ്പോൾ വെൻ എൻ ഇൻഫെക്ഷൻ ടേക്സ് പ്ലേസ് വാസോ ഡൈലേഷൻ ആൻഡ് വാസ്കുലർ പെർമിബിലിറ്റി വിൽ ബി ഇൻക്രീസ് അല്ലേ. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളെ ബ്ലഡിൽ ഇൻഫെക്ഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കുമ്പോൾ അവിടെ വാസോ ഡൈലേഷനും വാസ്കുലർ പെർമിബിലിറ്റി നടക്കും. അതിന് റിസൾട്ടായിട്ട് ലൂക്കോസൈറ്റ് വിൽ മൈഗ്രേറ്റ് ടു ദ ഇഞ്ചേർഡ് സൈറ്റ്. ഇഞ്ചുറി നടന്ന സ്ഥലത്തോട്ട് ഈ ലൂക്കോസൈറ്റുകൾ പോകും. എന്നിട്ട് അവരെന്താ ഈ ഫാഗോസൈറ്റ് ദ ബാക്ടീരിയ വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഇതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ അവരെന്താവും ഈ ഫാഗോസൈറ്റോസ് ചെയ്യും, എൻഗൾഫ് ചെയ്യും. ഇവിടെ രണ്ട് കീമോടാക്റ്റീവ് ഫാക്ടർ നമ്മൾ എൻഡോജീനിയസ് ആയിട്ടുള്ള ഫാക്ടറുകളുണ്ടായിരിക്കും, എക്സോജീനിയസ് ആയിട്ടുള്ള ഫാക്ടറുകളുണ്ടായിരിക്കും. സോ അതിൽ പറയുന്ന ഒന്ന് ലൂക്കോട്രൈൻ, സൈറ്റോകൈൻ ആൻഡ് ബാക്ടീരിയൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കോമ്പണന്റ് ഓഫ് കോംപ്ലിമെൻറ്റുകളാണ് ഈ കീമോടാക്റ്റീവ് ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത്. അപ്പോൾ ലൂക്കോട്രൈനും സൈറ്റോകൈനും ഓർക്കുക, കോംപ്ലിമെൻറ്റിൻ്റെ കോമ്പൗണ്ടുകൾ ഓർക്കുക, ആൻഡ് ബാക്ടീരിയൽ പ്രൊഡക്റ്റുകൾ ഓർക്കുക. സോ എന്താണ് കീമോടാക്സിസ്, ടാക്സി വിളിച്ച് പോകുന്ന പരിപാടി ഓർക്കുക. ഫാക്ടറുകൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്, ഒന്ന് ലൂക്കോട്രൈനും സൈറ്റോകൈനും അതുപോലെ കോംപ്ലിമെൻറ്റിൻ്റെ കോമ്പൗണ്ടുകളും അതുപോലെ ബാക്ടീരിയൽ പ്രൊഡക്ട്സാണ് നിങ്ങൾ മെയിൻലി പറയേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിനായിട്ട് എഴുതുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനാണ് ഈ കീമോടാക്സിസ്. സോ നിങ്ങൾ ചോദിക്കുമ്പോൾ ചിത്രം ജസ്റ്റ് വരയ്ക്കുക. ഒരു ബ്ലഡ് വെസൽ നമുക്കൊരു അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ വാസ്കുലർ പെർമിബിലിറ്റി ഒക്കെ വരുന്നതായിട്ടൊക്കെ വരയ്ക്കുക. വാസ്കുലർ പെർമിബിലിറ്റി വാസോ ഡൈലേഷൻ നടക്കുന്നു എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ലൂക്കോസൈറ്റുകൾ പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ കാണിക്കും. സോ അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് നമുക്ക് മാർക്ക്, എക്സാമിനേഴ്സ് നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. സോ അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ.